ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രാംദാസ് നായിക്കാണ്. ഡോക്ടർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഹൃദ്രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊന്ന് പറയാം. ഇഫ് യു ലുക്ക് അറ്റ് 1970s വരെ ഹാർട്ട് അറ്റാക്ക് അത്ര വലിയൊരു കോമൺ എൻറ്റിറ്റി അല്ലായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു അബോവ് ദ ഏജ് ഓഫ് 70, 60 അങ്ങനെയൊക്കെ വരാറുള്ളൂ. 1990 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹാർട്ട് അറ്റാക്ക് റാമ്പൻറ്റ് മാലിഗ്നൻറ്റ് ഡിസീസായി മാറിയത്. ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ എനിബഡി ബിലോ 50 years 50% of them will have a coronary artery disease. Even though Kerala is such a literate state, the incidence of coronary artery disease is very high. Statistics in 100% literacy also as well as with the coronary artery disease. എന്താണ് കേരളീയരിൽ ഇത്ര കൂടുതൽ ഹൃദ്രോഗം വരാൻ കാരണം? എല്ലാം വെസ്റ്റേണേഴ്സിന് ഫോളോ ചെയ്യാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈറ്റ് വെൽ, ദേ എക്സസൈസ് വെൽ, ബട്ട് we eat well and no exercise. One. Our second thing is we eat every day, morning, afternoon, night, coconut. I generally advise my patients that have coconut. It's not bad. You may use it in limited quantity and better avoid excess of anything. മറ്റെന്തെങ്കിലും Stress in every field. ഇതുപോലെ ഒരു പ്രഷറുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു പണ്ടത്തെ കാലത്ത്. ഹാപ്പി ഗോ ലക്കി ആയിരുന്നു. ഇപ്പോഴതുപോലെയല്ല. ഈ കൊറോണറി ആർട്ടറി ഡിസീസ് പറഞ്ഞല്ലോ, ഇവർക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് വെച്ചോ, എന്താണ് നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ളത്? ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാർട്ട് അറ്റാക്കിൽ മസിൽ സേവ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഒരിക്കൽ ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ല. ആസ് ഏർലി ആസ് പോസിബിൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ഒരു ബ്ലഡ് ക്ലോട്ടായിട്ടാണ്. ഈ ബ്ലഡ് ക്ലോട്ട് ആയത് നമ്മൾ പെട്ടെന്ന് മാറ്റണം, അലിയിക്കുക. അതിപ്പം ഇഞ്ചക്ഷനുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സംവിധാനം എന്ന് പറയുന്നതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി വഴി ക്ലോട്ട് സക്ക് ചെയ്തെടുത്ത് ആ വഴി ബ്ലോക്കുള്ള വഴി നീക്കി കൊടുക്കുകയാണ്. അത് ഒരു ഓൾമോസ്റ്റ് 99.9% എഷുറൻസ് ഉണ്ട്. അതേ സമയത്ത് നമ്മൾ ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു 50% ചാൻസേ ഉള്ളൂ ആ ക്ലോട്ട് ലയിച്ച് പോവാന്നുള്ളത്. ഒരു ഹൃദ്രോഗം ഉണ്ടായി പെട്ടെന്ന് ആൾ മരിച്ചുപോയി, അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എറിത്മിയ, വെൻട്രിക്കുലർ എറിത്മിയ എന്ന് പറയും. ഈ സഡൻ ആയിട്ടുള്ള വെൻട്രിക്കുലർ എറിത്മിയ, ഐദർ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഓർ വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ, ഇത് ഞങ്ങളുടെ ടെർമിനോളജിയാണ്. അത് വന്നു കഴിഞ്ഞാലാണ് ഈ സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാവുന്നത്. ഇത് ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് എസ്പെഷ്യലി ഹാർട്ട് മസിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ടിൻ്റെ പമ്പിങ് ഒരു 35% താഴെയാണെങ്കിൽ ഇദ്ദേഹത്തിന് സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം മെഡിക്കൽ ലോകം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ മസിൽ ഡാമേജ് ഉണ്ടായി, ഇപ്പം അദ്ദേഹത്തിൻ്റെ പമ്പിങ് ഫങ്ഷൻ ഒരു 30-35% മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ആ പേഷ്യൻറ്റിന് ഈ വെൻട്രിക്കുലർ എറിത്മിയ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ICD, ഓട്ടോമാറ്റിക് ഇംപ്ലാന്റബിൾ കാർഡിയോവർട്ടർ ഡീഫിബ്രിലേറ്റർ, AICD എന്ന് പറയും. ഈ യന്ത്രം ഘടിപ്പിച്ച ആളിന് ഈ ആശുപത്രി എത്തുന്ന മുമ്പായി ഈ ചികിത്സ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ AICD എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു മെഷീനാണ്. ഇത് ഹാർട്ടിൻ്റെ അകത്ത് 2 വയറുണ്ടാവും. ആ മെഷീൻ ഈ നമ്മളെ കോളർ ബോണിൻ്റെ താഴെ ഘടിപ്പിക്കുകയാണ്, മെഷീൻ ഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ വയർ ആ മെഷീന് കണക്ട് ചെയ്യും. അപ്പോൾ ഇടിപ്പ് എപ്പോഴേലും വ്യത്യാസം വരുവാണെങ്കിൽ ഈ മെഷീൻ സെൻസ് ചെയ്യുന്ന മാത്രമല്ല ECG എടുക്കും. ECG എടുത്തിട്ട് അതിന് തക്ക ചികിത്സയും കൊടുക്കും. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ആൻറ്റി ടെക്കിക്കാർഡിയ പേസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നെഞ്ചിടിപ്പ് നമ്മളുടെ ഒരു 150-160 പോകുന്നുണ്ടെങ്കിൽ ഈ മെഷീൻ 170 ബീറ്റ് ചെയ്യും, ഫാസ്റ്റർ ദാൻ നമ്മളെ ടെക്കിക്കാർഡിയ. അപ്പോഴത്തേക്ക് ആ ടെക്കിക്കാർഡിയ സപ്രസ് ആയി പോകും. ഈ സപ്രസ് ആയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഷോക്ക് കൊടുത്ത് ശരിയാക്കും.